രാവിലെ നമ്മൾ ചിക്മംഗ്ലൂർ എത്തി ഫ്രഷ് ആയി ട്രെക്കിങ്ങിന് പോയിട്ടുണ്ട്. ചെയ്യുന്ന അത്യാവശ്യം ദൂരത്ത് തന്നെയായിരുന്നു നമ്മുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ഇതുവേ ഞാൻ ആരെന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ പേരാണ് കുഞ്ഞി. ഇത്തവണ ഐവിക്ക് പോകുമ്പോൾ എനിക്കും വോയിസ് ഓവർ ചെയ്യാൻ തരണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എത്തിപ്പെട്ടതാണ് ഞാൻ. അപ്പൊ ബാക്കി കഥ കേൾക്കാം. എന്നത്തെ പോലെ തന്നെ സൂര്യാമിസിന്റെ റൊട്ടീൻ ചെക്കിലൂടെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഡേയും സ്റ്റാർട്ട് ചെയ്തത്. ട്രെക്കിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലായിരുന്നു നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി വണ്ടിയിലൊക്കെ കയറിയിട്ട് വേണമല്ലോ നമുക്ക് മലയുടെ മുകളിലേക്ക് പോകാൻ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മെയിൻ ടൂർ കോർഡിനേറ്റ്. ഫസ്റ്റ് നമ്മൾ കാണാൻ പോയത് സിറി സ്റ്റാച്ചു. ആദ്യമൊക്കെ റോഡിൽ കൂടെ നല്ല നല്ല വ്യൂ കണ്ടാണ് പോയതെങ്കിലും പിന്നെ റോഡേ ഉണ്ടായിരുന്നില്ല. ഈ പുള്ളിയുടെ ഓടിപ്പ് കണ്ടിട്ട് ആദ്യമൊക്കെ വണ്ടി മറിയോന്നായിരുന്നു എന്റെ ഡൗട്ട്. നേരത്തെ പറഞ്ഞ പോലെ ഞാനിതായാലും ഈ 4 പേരുടെ കാലിലാണല്ലോ ഇരിക്കുന്നത്. എന്തായാലും അവരുടെ കാലിൽ തീരുമാനമായിട്ടുണ്ടായിരുന്നു. ഇത്രയും റഫ് ആയിട്ടുള്ള റോഡിൽ കൂടെ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതിനിടയ്ക്ക് ബാബ ബുദ്ധൻഗിരിയും സിറി സ്റ്റാച്ചു സീ പോയിന്റും ഒക്കെ കണ്ട് വണ്ടിയിൽ കയറി അങ്ങ് മോളിൽ ചെന്നെങ്കിലും അവിടുന്ന് പിന്നെ നടന്നു കയറാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പേടി. ഹൈറ്റിനോട് കുറച്ച് ഏറെ പേടിയുള്ള ഞാൻ പകുതി വഴി എത്തിയപ്പോഴത്തേനും നിർത്തിക്കളഞ്ഞു. ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തി. മോളിൽ ചെന്നു കുറെ പേര്. എനിക്ക് ഹൈറ്റ് പേടിയാണ്. പക്ഷെ എന്റെ കൂട്ടത്തിലുള്ളവർ എന്നെ പോലെ അല്ല കേട്ടോ, കുറച്ചും കൂടെ ബ്രേവ് ആണ്. അവരൊക്കെ കയറി. ഏതായാലും മലയുടെ മുകളിൽ കയറിയവർക്ക് മുകൾ വശവും താഴ്ന്നവർക്ക് താഴ്വശവും ഇഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് മുകളിലും താഴെ നിൽക്കാതെ മലയുടെ താഴെ ഇറങ്ങിപ്പോയി ഫോട്ടോ എടുക്കുന്ന കുറച്ച് പേര് നമ്മൾ കണ്ടത്. എല്ലാവരും കയറുന്ന ഇറങ്ങുന്നതൊക്കെ കണ്ടു നിന്നോണ്ടാണെന്ന് അറിയത്തില്ല. ക്ഷീണത്തിനൊരു കുറവില്ല. സോ നമ്മളൊരു കരിമ്പ് ജ്യൂസും പസാക്കി ഫുഡും കഴിച്ച് നേരെ സ്റ്റേയിലേക്ക്. സ്റ്റേ ഉള്ള ദിവസത്തെ കലാപരിപാടികളുടെ കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും ഓടിടുന്ന കളിയും ചിരിയൊക്കെ തന്നെയായിരിക്കും. ചിരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും നേരെ കയറി ഫുഡ് സ്പോട്ടിലേക്ക്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് നേരെ സ്റ്റേയിലേക്ക്. ചിക്മംഗ്ലൂർ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാം.